നമുക്ക് കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് ഇത്രയും സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് തുടങ്ങാനാണ് ഞാൻ വിചാരിച്ചത്. ഈ ഒരു കളക്ഷൻ മൊത്തം ഈ കളക്ഷൻ ഡബേഴ്സ് കട്ടോസ് ആ ഒരു കളക്ഷൻസിൽ കൂടെയാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം. ആദ്യം തന്നെ എനിക്ക് കുറച്ച് ഒരു കട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബർഗറിൻ്റെ ഷേപ്പാണിത്. ഇതുണ്ട്. ഇത് ഫസ്റ്റ് തുറന്നു, സെക്കൻഡ് തുറക്കാൻ കുറച്ച് പാടായിരുന്നു, പക്ഷെ തുറന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ സോപ്പ് ഉണ്ട്. അത് ഞാനിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു, എന്നിട്ട് അടച്ചു. രണ്ട് കട്ടേഴ്സ് ആണ് ഇത് ഗൈസ്. കട്ടേഴ്സ് ഉണ്ട്. ഇവിടെ എന്തോ ഒരു ഇതുണ്ട്, അതെനിക്ക് മനസ്സിലായില്ല ഗൈസ്. അടുത്തത് നമ്മുടെ സാധാ രണ്ട് കട്ടേഴ്സ് എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കട്ടേഴ്സ് തന്നെ. ഇത് ഇതെന്ന് പറയുമ്പോൾ കട്ടേഴ്സ് നല്ല കട്ടേഴ്സാണ്. നമുക്ക് വേണമെങ്കിൽ അയ്യോ ഇത് ഫിറ്റായില്ല. വേണമെങ്കിൽ നോക്കിയത് ഈ സാധനം ഊരാനും പറ്റുമായിരുന്നു. ഇപ്പം പറ്റുന്നില്ല. ഇത് ഊരിയാൽ വെച്ചാൽ വെക്കാൻ പാടായിരിക്കും. അടുത്തത് നമ്മുടെ ഡബോ കളക്ഷൻസ് തുടങ്ങിയിരിക്കുന്നു. ഡബോയിൽ ആദ്യം ഫോണിൻ്റെ ഒരു ഷേപ്പായിട്ടുള്ളൊരു ഡബറാണിത്, റൈസർ. അടുത്ത നമ്മുടെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലാണ്. ഇത് ഇനിയും വലുതാക്കാം, ചെറുതാക്കാം. ഗ്ലിറ്റ്സ് ആയിപ്പോയി. അടുത്തതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ് എന്താണ്ടൊക്കെ പോലത്തെ സംഭവമാണ്. സ്റ്റിക്കേഴ്സാണ് എന്താണ്ടൊക്കെ. അത് കറക്റ്റ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ചോക്ലേറ്റിൻ്റെ മണമാണ്. പക്ഷേ ഇത് ഡബറാണ്, റൈസറാണ്. ഇവിടെ ആരോ കടിച്ചു വെച്ച പോലെയാണ്. പൊടിഞ്ഞു പോയതാന്ന് തോന്നുന്നത്. പൊടിഞ്ഞു പോകുന്നുണ്ട്. അടുത്തത് ഇതും ഡബേഴ്സ്. ഇത് ഡബർ തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാം. ഇത് ഇങ്ങനെ അപ്പ് ചെയ്യുമ്പോൾ അടുത്ത ഡബർ ഇങ്ങനെ വരും. ഒരു ഡബറാണിത്. ഓക്കെ, അടുത്ത നമ്മുടെ പേനയിൽ തുടങ്ങും. ഇതൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പായിട്ടുള്ളൊരു പേനയാണ്. ഇത് മാജിക് പേനയാണ്. ഇത് ഗൈസ് ഇപ്പോൾ എൻ്റെ പേര് എഴുതാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പേര് കാണാൻ വയ്യാം. സ്വിച്ച് പിടിച്ച് ഓണാക്കുക. ഗൈസ് ഇതിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ട്. ഇതിൽ പേര് കാണാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാവേ. ഗൈസ് കണ്ടോ, DIYA ദിയ. എൻ്റെ പേര് ദിയ എന്നാണ്. ഇതൊരു പേന പോലെയൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ BTSൻ്റെ ഈ ഒരു ഇതായിട്ട് വരുന്ന ഗെയിമായിട്ട് വരുന്ന ഒരു പേന തന്നെയാണിത്. അടുത്തത് നമ്മുടെ ഗ്ലിറ്റേഴ്സിൻ്റെ യൂണിക്കോണുള്ളൊരു പെന്നാണത്. പിന്നെ ഇതിന് മറ്റേ ഇതുണ്ട്. അടുത്തത് അതേപോലെ മേഡിൻ്റെ ഷേപ്പിലായിട്ടുള്ള ഇതും പേന തന്നെ. അടുത്ത പേനയാണ്. അടുത്ത നമ്മൾ പേന വേണ്ട, സ്കെച്ചാണിത്. നല്ല അടിപൊളി സ്കെച്ച്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കെച്ചാണ് ഇത്. ഇതെന്ന് വെച്ചാൽ ഹൈലൈറ്റർ സ്കെച്ചല്ല, ഹൈലൈറ്റർ എന്ന് പറയാം. കണ്ടോ,
ഇതായ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൽ പേരൊക്കെ എഴുതിയാൽ നല്ല മൂർച്ചയാണ്. ഇതിലെ പേരൊക്കെ എഴുതിയാൽ നല്ല ഭംഗിയാണ്. എൻ്റെ ആദ്യത്തെ ലെറ്റർ തന്നെ ആയിരിക്കും. എന്ത് രസമായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സിനുള്ള കുറേ നമ്മുടെ ഈ പാണ്ട എൻ്റെ കവായ് സ്റ്റിക്കേഴ്സാണിത്. ഇതെനിക്കൊരു സംഭവമാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഇതൊന്ന് മുറിക്കട്ടെ. എന്ത് പാടാണത് പൊട്ടിക്കാൻ. ഇത് കത്രിക കൊണ്ട് തന്നെ കീറിയെടുക്കണം. ഓക്കെ ഗൈസ്, പൊട്ടിച്ച്. ഔ ചോസ് എന്ത് പാടാ ഗൈസ്. അമ്മ ഇത് അടുത്തത് എടുക്കാനാണ് ഗൈസ് പാട്. ഹൈലൈറ്റ് ആണ് ഗൈസ്, ഇത് വലിയ ഹൈലൈറ്റ്. ഗൈസ് ഒരു കാര്യമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ വലിയ ഹൈലൈറ്റ്. ഗൈസ് നമ്മുടെ വലിയ ഹൈലൈറ്ററാണ്. ഇത് എഴുതാൻ ഒരു പേപ്പറാണ്. പേപ്പർ ഗൈസ്. അപ്പോൾ ഇതാ ഇത് ഈ കളറിലാണ്. ടാപ്പോടെ പോയി. പക്ഷെ എൻ്റെ പൊന്നോ, അടുത്തത് ഒരു കോസ്റ്റ് കാണിക്കുന്ന ഹൈലൈറ്റ്. അതൊരു ഗ്രീൻ കളേഴ്സാണ്. അടുത്ത നമ്മുടെ ഓറഞ്ച്. ഓറഞ്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അടുത്ത ഇല. ഗൈസ് ഇത് അടക്കാൻ വിട്ട പാട് ബെസ്റ്റ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡ്. പർപ്പിൾ ഷെയ്ഡ് സത്യത്തിൽ ഈ ഒരു കളറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എൻ്റെ ഇതും കൂടെ കൂട്ടിക്കോ ഗൈസ്. അതിലേക്കാ ഞാൻ ഇവിടെയും കൂടെ വരച്ചിട്ടുണ്ട്. 1 2 3 4 5 6. എൻ്റെ 6 ആണ്. അടുത്ത നമുക്ക് പൗച്ച് ഇവിടുന്ന് വേണം തുടങ്ങാൻ. പൗച്ച് തുടങ്ങാനായിട്ട് എനിക്കൊരു കാര്യം ചെയ്യേണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. നമുക്ക് ബോക്സിൻ്റെത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. സീ യു.